തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളും കൂട്ടിരിപ്പുകാരും കടുത്ത ദുരിതത്തിൽ. ആശുപത്രിയിലെ പല വാർഡുകളിലും കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇതിനു പുറമെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതോടെ വാർഡുകളിൽ നിലത്തിരിക്കുവാൻ പോലും ഇടമില്ലാതെ രോഗികളും ഒപ്പമുള്ളവരും വലയുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഇപ്പോൾ പൂർണ്ണമായും പ്രതിസന്ധിയിലാണ്. ആശുപത്രിയിലെ പല വാർഡുകളിലും തുള്ളിവെള്ളം കിട്ടാനില്ല. ശുചിമുറികളിൽ പോലും വെള്ളമില്ലാത്തത് രോഗികളെയും ഒപ്പമുള്ളവരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് ചികിത്സ തേടിയെത്തിയ പാവപ്പെട്ട രോഗികളാണ് വെള്ളത്തിനായി വലയുന്നത്. ഇതിനു പുറമെയാണ് വാർഡുകളിലെ കടുത്ത തിരക്ക്. പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. വാർഡുകളിൽ കട്ടിലുകൾ തികയാതെ വന്നതോടെ പലരും തറയിലാണ് കിടക്കുന്നത്. നിലത്തിരിക്കാൻ പോലും ഇടമില്ലാത്ത വിധം വാർഡുകൾ ജനനിബിഡമായി കഴിഞ്ഞു. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടാകുന്നില്ലെന്നാണ് രോഗികളുടെ പരാതി. വാർഡിലെന്ന് പറയുന്നത് വെറും 45 ബെഡേ ഉള്ളൂ. ഈ 45 ബെഡിൽ 156 പേർ, 45 പേരുള്ളൊരു വാർഡിൽ 156 പേരെയാണ് ഇപ്പോൾ ആൾക്കാർ രോഗികളുള്ളത്. അപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒന്ന് അങ്ങോട്ട് പോകാനോ രോഗിയെ കൊണ്ടുപോകാനോ ഒന്നും നടന്നു പോകുമ്പോഴുള്ള സാഹചര്യം പോലും അവിടെ ഇല്ല. പോരാഞ്ഞിട്ട് ഇന്ന് രാവിലെ 10 മണി മുതൽ ഒരു വാർഡിലും വെള്ളമില്ല. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് വെള്ളമില്ലാത്ത അവസ്ഥ പരിഹരിക്കണമെന്നും വാർഡുകളിലെ തിരക്കിന് ബദൽ സംവിധാനം കാണണമെന്നുമാണ് രോഗികളുടെ ആവശ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.